Mother's Day to all my YouTube friends and the whole world. I wish you a beautiful Mother's Day. ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിൽ കൊവൻട്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നു. ഇതാ കൊവൻട്രി സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി സൈഡ് കൊവൻട്രിയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണും. കാരണം ഞാനിപ്പോൾ കൊവൻട്രി സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം സാസി ബോണ്ട് 2025 ഒരു മാർവലസ് ആയിട്ടുള്ള ഒരു പേജന്റ് ഷോ, അതായത് അമ്മയുടെയും കുട്ടിയുടെയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ ഒരു ബോണ്ടിങ് സ്പെഷ്യലായിട്ടുള്ള ഒരു പേജന്റ് ഷോ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് ഒരു 2 വാക്ക് മദേഴ്സ് ഡേയെ കുറിച്ച് പറയാം എന്നോർത്തു. എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നോർക്കുന്നു. എന്തായാലും ഈ സാസി ബോണ്ട് 2025 എനിക്കും ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. അതുപോലെ തന്നെ ആ പേജന്റ് ഷോയ്ക്ക് എനിക്കും പോകാൻ പറ്റിയില്ല, അതീവ സന്തോഷം. ലണ്ടനിൽ ഇപ്പോൾ ബ്യൂട്ടിഫുൾ വെതറാണ്, നിങ്ങൾക്കത് കാണാൻ പറ്റും. സൺഷൈൻ വന്ന് എന്നെ പുണരുമ്പോൾ ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത് മദേഴ്സ് ഡേയുടെ സ്പെഷ്യൽ മൊമെൻറ്റിനെ കുറിച്ചാണ്. ബീയിങ് എ മദർ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാവർക്കും അമ്മയാകാനും പറ്റില്ല, അല്ലേ? അമ്മ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ബോണ്ടിങ് അനുഭവം തന്നെയാണ്. ഞാനും ഒരു അമ്മയാണ്, നിങ്ങളും ഒക്കെ അമ്മമാരായിരിക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കൊവൻട്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അമ്മമാരാകുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളാണ് നമ്മൾ ലൈഫിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ സഹിക്കുന്നതല്ലേ? ക്ഷമിച്ചും സഹിച്ചും ത്യാഗങ്ങൾ എല്ലാം ചെയ്ത് നമ്മൾ നമ്മുടെ മക്കളെ പോറ്റി വളർത്തുന്നത് നമുക്ക് നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നത്, ഒരുപാട് അമ്മമാരെ ഞാൻ കാണാറുണ്ട്, അവർ സിംഗിൾ മമ്മാണ്. യൂറോപ്പിലാകട്ടെ ഒരുപാട് സിംഗിൾ മമ്മിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കൂട്ടത്തിൽ ഞാനും. പക്ഷെ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കുട്ടികളെയും ലോകത്തിലേക്ക് ഒരു നല്ല പൗരന്മാരായിട്ട് വാർത്ത എടുക്കുന്നത് എന്നറിയുമ്പോൾ നിങ്ങൾ ഒരുപാട് അതിശയിച്ചു പോകാറുണ്ട്. കാരണം അവരതിന് ഒരുപാട് ത്യാഗം ചെയ്യാറുണ്ട്. കാരണം ഇവിടെ ബ്രിട്ടനിലാകട്ടെ അല്ലെങ്കിൽ യൂറോപ്പിലാകട്ടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അവർ ഒരുപാട് ത്യാഗം സഹിച്ച് ഈ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അമ്മ എന്ന വാക്കിന് ബോണ്ടിങ്ങിൽ ഉപരി എന്തൊക്കെയോ അർത്ഥങ്ങളും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെ ഒരു കുട്ടിയെ റേസ് ചെയ്ത് കൊണ്ടുവരിക എന്നത് ഒരു കീറാമുട്ടി തന്നെയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് ആരുടെയും സഹായമില്ലാതെ അവർ ഒറ്റയ്ക്ക് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന അമ്മമാർ ഒരുപാട് ത്യാഗം സഹിച്ചും കഷ്ടതകൾ സഹിച്ചും, പിന്നെ ഇവിടെയുള്ള അമ്മമാർക്കാകട്ടെ പ്രത്യേകിച്ച് സിംഗിൾ അവർ ഒരിക്കലും അവർക്ക് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, കാരണം ഇവിടെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ്ങിനോടുകൂടി ഉള്ളവരല്ല. പിന്നെ മാത്രവുമല്ല ഇവിടെ ചൈൽഡ് കെയർ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് അമ്മമാർ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു പൂച്ചെണ്ട് നൽകുന്നതോടൊപ്പം തന്നെ ഞാൻ അവരെ ഈ മദേഴ്സ് ഡേയിൽ ഓർക്കുന്നു. എല്ലാ അമ്മമാരും എത്രമാത്രം ത്യാഗത്തോടുകൂടി ഈ സിംഗിൾ മം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ ബാല്യകാലത്തെക്കുറിച്ചായിരിക്കാം, അല്ലേ? നമ്മുടെ നാട്ടിലാകട്ടെ നമുക്ക് ആരെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ പരിപാലിക്കാനും അവരെ റേസ് ചെയ്ത് കൊണ്ടുവരാനും നമുക്ക് ഹെൽപ്പ് കിട്ടും. പക്ഷേ ഇവിടെ ഹെൽപ്പ് കിട്ടാത്ത ഓരോ അമ്മമാരുടെ മുമ്പിലും ഈ മദേഴ്സ് ഡേ ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും 1000 ചുടുചുംബനങ്ങളുടെ പൂച്ചെണ്ടുകൾ. ഹാപ്പി മദേഴ്സ് ഡേ.